ബാവലെ ഞാൻ പൈസ കൊടുക്കാതെ പോയാലേ ബൈക്ക് എടുത്ത് പോയി ഒരു രീതിയിൽ ഇപ്പൊ ഇറങ്ങാൻ പോയാടേ. എന്റെ പൊന്നളിയ അളിയൻ കാണിച്ച ഇതുപോലൊരു മണ്ടത്തരല്ല. അളിയ ഏത് ബിസിനസ് ആണെങ്കിലും മിനിമം 3 മാസം നമ്മൾ നോക്കണം. അല്ലാതെ വെറുതെ കടം കൂട്ടിയിട്ടിട്ട് വീട്ടിൽ പോയിരുന്നിട്ട് കാര്യമുണ്ടോ? എടാ നീ നോക്കാണെന്ന് പറഞ്ഞാൽ ഇവിടെ കച്ചവടം വല്ലതും വേണ്ടേ? ആദ്യം ഉണ്ടായിരുന്ന കച്ചവടം ഇപ്പൊ ഇല്ല. കച്ചവടം ഇല്ലാതെ ഇത് വെറുതെ തുറന്നു വെച്ചിട്ടുള്ള വാട ആര് കൊടുക്കും? എന്റെ അളിയെ കച്ചവടം ഉണ്ടാക്കേണ്ടത് നമ്മളാണ്. നമ്മുടെ ചുമതലയാണ് കച്ചവടം ഉണ്ടാക്കേണ്ടത്. പറഞ്ഞാൽ മനസ്സിലായി. നമ്മൾ മറ്റേ വേറെ പലചന സാധനങ്ങളോ അല്ലെങ്കിൽ വീട്ടിൽ ആവശ്യക്കാരും ഇത് വേണമെന്നുള്ളതിനെ വരുള്ളൂ. അതല്ലേ എന്റെ കുറ്റമല്ലേ? അപ്പൊ അല്ലെ അത് എല്ലാ ബിസിനസ്സും അങ്ങനെയാണല്ലേ. ഓരോ സീസൺ ആകുമ്പോ ഇങ്ങനെ കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. ഇപ്പൊ ആൾക്കാരുടെ പൈസ ഇല്ല. പൈസ ഉണ്ടല്ലേ ആൾക്കാർ ലോട്ടറി എടുക്കും. നീ അങ്ങനത്തെ ബിസിനസ് അല്ലേ തുടങ്ങിയത്? ഞാൻ തുടങ്ങിയത് കുറ്റം. മുതല അതിന്റെ ഉടമസ്ഥ ഉണ്ടല്ലോ അവൻ നമ്മളെ കൂടെ പഠിച്ചത് ഭയങ്കര സുഹൃത്താണ്, തുടങ്ങിക്കോന്നെല്ലാം പറഞ്ഞു. തുടങ്ങി ഇപ്പൊ ഇത് ഇതായി കഴിഞ്ഞപ്പോ അവൻ പറയണം അവന് വാടക കൃത്യമായിട്ടും അതിന്റെ 1-ാം തീയതി ആണെങ്കിൽ 30-ാം തീയതി 31-ാം തീയതി കൊണ്ട് കൊടുക്കണം. ഇവിടെ ഉണ്ടായിരുന്ന പൈസയൊക്കെ ഇവിടെ വരുന്ന കളക്ഷനൊക്കെ ആരും കൊണ്ടുപോയി? പിന്നെ അത് വലിയൊരു കഥ. അവര് പെണ്ണിനെ വിശ്വസിച്ച് ഇവിടെ ഇരുത്തിയേ അവള് മുക്കിക്കൊണ്ടുപോയി. അവള് ഇവിടെ നിന്ന് പൈസ അടിച്ചു മാറ്റുന്നുണ്ടായിരുന്നു. ഓ പോയപ്പോ ഒരു നല്ലൊരു എമൗണ്ടും കൊണ്ടങ്ങ് പോയി. ഇതൊക്കെ വെളിയിൽ പറയാൻ പറ്റുമോ? തങ്കത്തിനടുത്ത് അവൾ തന്നെ വിട്ടു. അതല്ലേ റിസൾട്ട്, ലോട്ടറി റിസൾട്ട് പൂട്ടി തന്നെ. നോക്കിയിട്ട് കാര്യം 109. കളയാ അതെ എന്നാണ് 109 സീരീസിന്റെ ടിക്കറ്റ് ഒരു 5 ലക്ഷം രൂപ സമ്മാനം ഉണ്ടെന്നൊരു സംശയമുണ്ട്. ഞാൻ പോയിട്ട് വരാം. അളിയാ നീ കാര്യം പറഞ്ഞിട്ട് പോലെ ഞാൻ വിളിക്കാം. തങ്കം 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 എന്തുവാ ഇങ്ങോട്ട് ഇറങ്ങിയൊന്നേ. എന്താ ആ ലോട്ടറി ടിക്കറ്റ് എവിടെ? ഏത് ലോട്ടറി ടിക്കറ്റ്? ഏത് ലോട്ടറി ടിക്കറ്റാ? ഞാൻ നിന്നെ കൊണ്ട് ഏൽപ്പിച്ചില്ല. ആ ലോട്ടറി ടിക്കറ്റ് എവിടെയെന്ന്? ആ മുറ്റത്ത് പോയി തപ്പ്. മുറ്റത്താ? ഞാൻ വീട്ടിൽ വെക്കാൻ തന്ന സാധനം നീ മുറ്റത്തെടുത്തിട്ട് നിങ്ങൾ വീട്ടിലൊക്കെ തന്നാണ് ആർക്കും പ്രയോജനമായിട്ട് കുറെ ലോട്ടറി ടിക്കറ്റ് കൊണ്ട് വന്നേക്കുന്നത്. എടീ കളിക്കരുത്. അതിലൊരു ടിക്കറ്റിന് 5 ലക്ഷം രൂപ അടിച്ചതെന്ന് സംശയമുണ്ട്. എവിടെ കൊണ്ട് ഇവിടെ ഇടാനാണോ നിന്റെ തന്നെ? എവിടെ ഇട്ട്? ഇവിടെ ഇട്ടെങ്കിൽ എടുക്കണേ. എവിടെ ഇട്ടെന്ന് പോലും ഒരു നിങ്ങൾ ഈ അടിച്ച ലോട്ടറി ആണോ കളയാൻ വേണ്ടി തന്നതിന്റെ? ഓഹോ ഇന്നലെ ഇറക്കെടുത്ത് ടിക്കറ്റ് ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നു. നിന്നെ അതിനല്ലേ നിങ്ങൾക്ക് കുടിച്ചു കഴിവില്ലാതെ ഞാൻ കുടിച്ചാ കുഴപ്പമാക്ക് സാധനം എവിടെയെങ്കിലും ഇല്ല. അവിടെ അല്ല, ഞാൻ ആ കവറോട് കൂടി വലിച്ചെറിഞ്ഞതാ. ഇവിടെ വലിച്ചെറിയാൻ നിനക്ക് വലിച്ചങ്ങ് എറിഞ്ഞാ മതിയല്ലോ. എങ്ങോട്ട് വളരെ അവിടെ ഇന്നലെ അമ്മ ഇട്ടച്ച ലോട്ടറി ടിക്കറ്റ് എന്ത് ചെയ്ത് നിങ്ങൾ എടുത്തത്? എവിടെ മുറിച്ച് കത്തിക്കാനാ? ഒരു രീതിയിലും ഈ വീട്ടിൽ എന്നെ നന്നാവാൻ സമ്മതിക്കൂല. രൂപ 1-2 അല്ലടി, 5 ലക്ഷം രൂപയാണ്. 5 ലക്ഷം രൂപ ഇത് 10 നിനക്ക് അതാണ് പ്രശ്നം. 5 അടിച്ചിട്ടില്ല. കർത്താവ് ഏതെങ്കിലും രീതിയിൽ എന്നെ കൈപിടിച്ച് മേലോട്ട് ഉയർത്താൻ നോക്കുമ്പോ ഇവിടെ ഉള്ള കുറെ കഴുതകളെല്ലാം കൂടെ എന്നെ ചവിട്ടി കുഴിയിലോട്ട് ഇടുക. നീ അറിയൂല. നിന്നോട് വീട്ടിലേക്ക് തന്ന സാധനമല്ലേടി? അല്ല ക്ലീറ്റ, നീ എന്നോട് വഴി കൊണ്ടൊന്ന് വിറ്റോണ്ട് നടന്നോളാനല്ലേ പറഞ്ഞത്? അതിനിങ്ങനെ എടുത്ത് വഴി കളയാണോ ചെയ്യേണ്ടത്? ദേഷ്യത്തിന് ചെയ്തതാ. മതി, ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവാ. ഇവിടുന്ന് പോയാലേ ഞാൻ നന്നാവുള്ളൂ. നീ ഒന്നും പറയണ്ട. വിധിയാണ് വിധി. തങ്കം തങ്കം ഇല്ലേടി അവിടെ? എന്ത് പറ്റിയെന്ന് പറ. നീ എല്ലാം പോയി. എന്തെല്ലാം പോയി? 5 ലക്ഷം രൂപ പോയി. കളഞ്ഞു? നിന്റെ ഭാര്യ കാരണം ചോദിച്ചു നോക്ക്. അതിന് ഞാനെന്ത് ചെയ്ത്? നീ ഒന്നും ചെയ്തില്ല അല്ലേ? എടാ ഇന്നലെ ക്ലീറ്റ് കൊണ്ടുവന്ന് ലോട്ടറി മുഴുവൻ അവള് കത്തിച്ചു കളഞ്ഞടാ. വേണ്ടാഞ്ഞിട്ടല്ലേ നാത്തിന്റെ അടുത്ത് എറിഞ്ഞത്? ഇപ്പൊ പിള്ളേര് പറഞ്ഞപ്പോഴാ ഞാൻ അറിയണത്. അത് ലോട്ടറി എന്റെ മുറ്റത്തല്ലേ? നിന്നോട് ആര് പറഞ്ഞു? അത് ഇവിടെ കിടന്നിട്ടാ ഞാൻ കത്തിച്ചത്. ഈ പിള്ളേര് കളിച്ചിട്ട് ഇവിടൊക്കെ മൊത്തം വാരി വലിച്ചിട്ട് പൈസ ഇങ്ങോട്ട് താ. എവിടുന്ന്? ഞാൻ ഇവിടെ എടുത്തിട്ട് ഞാനാ. നീ എന്തിന്റെ അടുത്ത് എറിയാൻ പോയി ദേഷ്യം വരുമ്പോ? ഞാൻ പിന്നെ എടുക്കാൻ വേണ്ടിട്ട് എറിഞ്ഞു കളഞ്ഞതാ. നമ്മൾ അമ്മ എപ്പോഴും പറയാല്ലേ, 1 ആഴ്ച കൊണ്ട് കിണറ്റ് ചാടേ 2 ആഴ്ച കൊണ്ട് തിരിച്ചു കയറാൻ പറ്റില്ലെന്ന്. പോയി പാവോടെ ക്ലീറ്റോന്റെ വിഷമം കാണണം. ഞാൻ കാരണല്ലേ. നീ വാ,
നീ വാ. അങ്ങനെ രക്ഷപ്പെടൂല. ഇങ്ങനെ കിടന്ന് ഈ തൊഴുത്തെ കുത്തിച്ചാവാനായിട്ട് എന്റെ വിധി. ആ വന്ന ഭാഗ്യം നീ എടുത്ത് വിളി കളഞ്ഞിട്ടല്ലേ? ഞാൻ അറിഞ്ഞത് വല്ലതും. ആ അതാണ് ഭാഗ്യം വരണ എപ്പോഴാണെന്ന് അറിയാൻ പറ്റില്ലല്ലോ. എന്തായാലും വാ, ഒരു കാര്യം ചെയ്യട്ടെ. അടിച്ചെന്നാണോ പറഞ്ഞത്? 5 ലക്ഷം രൂപ അടച്ചിടാ. ആ ടിക്കറ്റിലായിരുന്ന? ആ ടിക്കറ്റിലായിരുന്ന? ആയിരിക്കും, അല്ലാതെ അതിനകത്തുണ്ടായിരുന്ന പറഞ്ഞ ക്ലീറ്റോ. അയ്യോ കഷ്ടം. ദൈവം ഒരു വീതി കാണിച്ചു തന്നു, എന്നിട്ട് അത് നശിപ്പിച്ച്. ആ ഇനിയിപ്പോ കുഴപ്പമില്ല, ഞാൻ കുറച്ച് സ്ത്രീധനമായിട്ട് നിനക്ക് കുറച്ച് പൈസ തന്നാ സംഭവം തീരുമല്ലോ. പൊയ്ക്കാനൊക്കെ മനുഷ്യൻ ഇവിടെ ചങ്ക് കയറി നിൽക്കുമ്പോഴത്തേനും അവന്റെ ഞാൻ കുറച്ച് പൈസ കൊണ്ടുവന്നു. ഓ വേണ്ട, നിനക്ക് സ്ത്രീധനമായിട്ടൊന്നും ഒന്നില്ലെന്നല്ലേ നീ പരാതി? എനിക്ക് വേണ്ട. നീ കണ്ണടയ്ക്ക്, നീ കണ്ണടയ്ക്ക്. കൈ നീട്ട്, കൈ നീട്ട് അങ്ങോട്ട്. നീ എടുത്ത് അറിഞ്ഞില്ലേ ഇവിടെ കൊച്ചുങ്ങളൊക്കെ കളിക്കായിരുന്നു. അപ്പൊ ഇന്നത്തെ ഡേറ്റ് എന്നോട് ഞാൻ എടുത്ത് മാറ്റി വെച്ചത്. അപ്പൊ 5 ലക്ഷം രൂപ അടിച്ച് ചെലവുണ്ടേ.